ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നത്, ഇപ്പോൾ നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതാണ്. സിം ഉണ്ടാകും, നമുക്ക് പല രീതിയിലുള്ള മെസ്സേജുകളും നമ്മുടെ ഫോണിൽ വരാറുണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ബാങ്കിൽ നിന്ന് മെസ്സേജ് വരാറുണ്ട്. മറിച്ച് സിമ്മിൽ നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് അതുപോലെ ഉള്ള മെസ്സേജും കാര്യങ്ങളും വരാറുണ്ട്. പ്രൊമോഷണൽ ഭാഗമായിട്ടുള്ള മെസ്സേജുകൾ വരാറുണ്ട്. പിന്നെ ഫ്രോഡായിട്ടുള്ള സ്പാം ആയിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ 2025 നമ്മൾക്ക് മെസ്സേജ് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മളെ മെസ്സേജിൽ ലാസ്റ്റായിട്ട് ഓരോ ലെറ്റർ വരുന്നുണ്ട്. എസ് എന്ന് വരുന്നുണ്ട്, ടി എന്ന് വരുന്നുണ്ട്, പി എന്ന് വരുന്നുണ്ട്, ജി എന്ന് വരുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ലെറ്റേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ലെറ്റേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾ പരമാവധി ഇതുപോലുള്ള ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ വരുന്ന മെസ്സേജുകൾ എന്താണ്, ഇത് റീഡ് ചെയ്യണോ അതോ സ്പാം ആണോ പ്രൊമോഷൻ ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളിലേക്ക് ലഭിക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടിയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്മളെ ഇൻസ്റ്റ ഐ ഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ അതുവഴി നമ്മൾ മെസ്സേജ് ചെയ്യുകയാണെന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. സോ നമുക്ക് ഓരോ ലെറ്റർ ബേസ്ഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഓക്കെ, പെട്ടെന്ന് തന്നെ ഞാൻ കാര്യം പറഞ്ഞുതരാം. നമ്മളെ മെസ്സേജിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് യെസ് ലെറ്റേഴ്സ് എടുക്കാം. ഈ നമുക്ക് വരുന്ന മെസ്സേജിൻ്റെ അവസാനമായിട്ടും ഇതുപോലെ യെസ് എന്നാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതവിടെ എസ് ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മനസ്സിലാക്കുക, സർവീസിൻ്റെ ഒരു മെസ്സേജാണ്. അതായത് ഇപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ മെസ്സേജ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ യെസ് എന്നായിരിക്കും കാണിക്കുന്നത്. അതായത് നമ്മൾ ക്യാഷ് ഡെബിറ്റ് ആയാലും ക്രെഡിറ്റ് ആയാലും ഒക്കെ യെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി എന്നുള്ളൊരു മെസ്സേജ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രൊമോഷൻ ഭാഗമായിട്ടുള്ള മെസ്സേജാണ്. അത് നമുക്ക് എടുത്തു നോക്കേണ്ടതില്ല, കാരണം പ്രൊമോഷൻ ഭാഗമായിട്ടുള്ള മെസ്സേജാണ്. ജസ്റ്റ് ഞാനിവിടെ കാണിച്ചു തരാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതായത് അവരുടെ ഒരു കാർഡ് ഒരു പ്രൊമോട്ട് ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് എടുത്തു നോക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ ഉള്ളത് നമുക്ക് താഴത്തോട്ട്, അപ്പം യെസ് മനസ്സിലായി. യെസ് എന്ന് പറയുന്നത് ബാങ്കിൽ നിന്നോ അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സർവീസ് പരമായിട്ടുള്ള മെസ്സേജുകളാണ് യെസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പി എന്ന് പറയുന്നത് പ്രൊമോഷൻ ഭാഗമായിട്ടുള്ള മെസ്സേജുകളാണ്. ഇനി നമുക്ക് 2 അക്ഷരം കൂടി വരുന്നുണ്ട്, ജി വരുന്നുണ്ട്. ഈ ജി എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ജി വരുന്ന ഒരു മെസ്സേജ് ജസ്റ്റ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജി വരുന്നത്. ഇവിടെ ഇതുപോലെ നിങ്ങൾക്ക് മെസ്സേജിൻ്റെ ലാസ്റ്റായിട്ട് ജി എന്ന് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു മെസ്സേജാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം മസ്റ്റായിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, അതിൻ്റെ അവസാന ഭാഗത്ത് ജി ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് അതൊന്ന് റീഡ് ചെയ്ത് നോക്കുക. കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള മെസ്സേജ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും റീഡ് ചെയ്യുന്ന മെസ്സേജുകളാണ്. ഇവിടെ കാണാൻ സാധിക്കും, ട്രേ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുന്നതിന് NOC നൽകുന്നില്ലെന്ന് ദയവായി അറിയിക്കുക. അത്തരം ഒരു കത്ത് ഉപയോഗിച്ച് ഒരു തട്ടിപ്പുകാരൻ താങ്കളെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട മൊബൈൽ സേവനദാതാവിനെ അറിയിക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് മെസ്സേജുകൾ വരാറുണ്ട്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഈ 4 ജില്ലകളിൽ കടുത്ത മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതൊക്കെ ജി എന്നായിരിക്കും കാണിക്കുന്നത്. അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന മെസ്സേജുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ള ടി എന്ന് പറയുന്നുണ്ട്. ടി എന്ന് പറയുന്ന മെസ്സേജ് ഈ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട മെസ്സേജുകളാണ്. ഓക്കെ, ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൊബൈലിൽ ഒരു OTP വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള മെസ്സേജുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമുക്കിപ്പോൾ ക്യാഷ് അയച്ചു കൊടുക്കാൻ ചില സമയത്ത് OTP കാര്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെയുള്ള മെസ്സേജുകളാണ് ട്രാൻസാക്ഷനിൽ വരുന്നത്. അത് വളരെ കുറവാണ്, എന്നാലും വരാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക, OTPയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ 4 വിഭാഗത്തിലും പെടാത്ത മെസ്സേജുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ സ്പാം ആയിരിക്കും. അതൊന്നും ഒരു അംഗീകൃത മെസ്സേജ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക.
മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റ് എയർടെൽ വാർണിംഗ് സ്പാം, ഇതൊന്നും ഒരു നമ്പർ ബേസ്ഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് പി എന്നാണ്, കാരണം ഇത് പ്രൊമോഷൻ ഭാഗമായിട്ടുള്ള മെസ്സേജാണ്. ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ, അതായത് നമുക്ക് ഒന്നും ഈ ഒരു ലെറ്റേഴ്സ് ഒന്നും വരാത്തൊരു മെസ്സേജ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ, ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. സ്പാം ആയിട്ട് നമുക്ക് അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന മെസ്സേജാണ്. ലഹരി നിർമ്മാർജ്ജനത്തിനായി നമുക്ക് ഒരുമിച്ച് പോരാടാം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ചില മെസ്സേജുകളൊക്കെ നമ്മൾ ഈ ഒരു റീചാർജ് ബേസ്ഡ് ഇപ്പോൾ ഡാറ്റ കൺസ്യൂംഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതുപോലുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ ഒന്നും ലെറ്റർ ഒന്നും കൊടുക്കാതെ തന്നെ വരാറുണ്ട്. അതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു മെസ്സേജിൻ്റെ ഈ ഒരു പുതിയ സിസ്റ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെയുള്ള യൂസ്ഫുൾ ആവുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുവാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടിയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.